മധ്യപ്രദേശിലെ ഇൻഡോറും മേഘാലയയും തമ്മിലുള്ള ആ ഒരു ദൂരം ഏകദേശം 3000 കിലോമീറ്ററാണ്. ഈ ഒരു യാത്രക്കിടയിലാണ് ആ ഒരു ഹണിമൂൺ കൊലപാതകം അരങ്ങേറുന്നത്. മെയ് 11 ഇൻഡോറിൽ വെച്ചായിരുന്നു സോനം രഘുവംശിയെ വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 9 ദിവസങ്ങൾക്ക് ശേഷം അവരൊരു മധുവിധു ആസൂത്രണം ചെയ്യുന്നു. അതായത് സോനമാണ് ഈ ഒരു മധുവിധു ആസൂത്രണം ചെയ്യുന്നത്. അതുപ്രകാരം അവൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മെയ് 20 ഭർത്താവായ രാജ രഘുവംശിയോടൊപ്പം മേഘാലയയിലേക്ക് പോവുകയും ചെയ്യുന്നു. മേഘാലയയിൽ ചുറ്റിക്കറങ്ങുന്നതിന് ഒരു സ്കൂട്ടറും ഇവർ വാടകയ്ക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. മെയ് 22 ഇരുവരും ഇവിടുത്തെ പ്രശസ്തമായ അതിമനോഹരമായ മാവള ഗ്രാമത്തിലും എത്തുന്നു. ഈ ഗ്രാമത്തിൽ നിന്ന് 2 നൗഗ്രയാറ്റുകൾ ഈ ഒരു ഏറ്റവും പ്രശസ്തമായ ജീവനുള്ള റൂട്ട് പാലം കാണാൻ പുറപ്പെട്ടു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഖാസി സമുദായത്തിലെ ജനങ്ങൾ മരങ്ങളുടെ വേരുകൾ കുഴിച്ചാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് ആവശ്യമാണ്. ഏകദേശം 3000 പടികൾ നടക്കണം. മരങ്ങളുടെ വേരുകളുള്ള ആ ഒരു പാലം ഇരുവരും കാണുകയും പാലം കണ്ടതിന് ശേഷം അവരവിടെ ഒരു ഹോം സ്റ്റേയിൽ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു രാത്രി കടന്നു പോകുന്നു. 23 രാവിലെയാണ്. ഇരുവരും അതിരാവിലെ ആ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് പുറപ്പെടുന്നു. ഈ ഒരു 23 ശേഷം ഇവരെ ആരും കണ്ടിട്ടില്ല. ജൂൺ 2 രഘുവംശി രാജിന്റെ മൃതദേഹം ആഴത്തിലുള്ള ഒരു മലയിടുക്കിൽ നിന്ന് കണ്ടെടുത്തു. കയ്യിൽ അച്ചടിച്ച ടാറ്റുവിൽ നിന്നാണ് ഇത് രാജ രഘുവംശിയാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. സോനം അപ്രത്യക്ഷയുമാകുന്നു. മെയ് 23 ശേഷം 16 ദിവസത്തിന് ശേഷം, അതായത് ജൂൺ 8 ഈ ഒരു മേഘാലയയ്ക്കും ഇൻഡോറിനും ഇടയിലുള്ള ഒരു ധാബയ്ക്ക് പുറത്തു നിന്ന് അവരെ കണ്ടുമുട്ടുന്നു. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക്. വിവാഹശേഷമുള്ള രാത്രികളിലാണ് സോനം രഘുവംശിയും കാമുകനായ രാജകുഷിയും ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇരുവരും 2 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. പരസ്പരം സംസാരിക്കാനായി പ്രത്യേക സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നു. അതേസമയം തങ്ങളുടെ പ്രണയ വിവരം പുറത്തു വരാതിരിക്കാനാണ് ഇരുവരും ശ്രമിച്ചത്. പകൽ അതിനുവേണ്ടി വലിയ നാടകങ്ങളും കളിച്ചു. 2 വർഷം മുൻപ് ജോലി സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സോനം രഘുവംശിയും രാജകുഷിയും പരിചയപ്പെടുന്നത്. അന്ന് സോനത്തിന് 23 വയസ്സും രാജിന് 18 വയസ്സുമായിരുന്നു പ്രായം. സോനത്തിന്റെ അച്ഛൻ ഇൻഡോറിലെ പ്രമുഖനായ ഒരു പ്ലൈവുഡ് വ്യാപാരിയാണ്. വർഷത്തിൽ കോടികൾ വരുമാനമുള്ള ഇദ്ദേഹം അസുഖബാധിതനായതോടെ മകൻ ബിസിനസ് ഏറ്റെടുത്തു. 2023 സോനം രഘുവംശിയും സഹോദരന്റെ സ്ഥാപനത്തിലെ ഒരു HR വിഭാഗത്തിൽ ജോലിക്ക് എത്തുന്നത്. ഈ ഒരു സമയം കമ്പനിയിലെ ബില്ലിംഗ് വിഭാഗത്തിൽ സൂപ്പർവൈസറായിരുന്നു രാജ് കുഷ്വ. ജോലി സ്ഥലത്തുള്ള ഇരുവരുടെയും പരിചയം പതുക്കെ പ്രണയമായി വളർന്നു. പക്ഷേ പരസ്യമായി ശൃംഗരിക്കാനോ ആളുകൾക്ക് സംശയം തോന്നുന്ന വിധം സംസാരിക്കാനോ ഇരുവരും തയ്യാറായിരുന്നില്ല. തന്നെക്കാൾ 5 വയസ്സ് കൂടുതലുള്ള സോനത്തെ ചേച്ചി എന്നാണ് രാജ് കുഷ്വ മറ്റുള്ളവർക്കിടയിൽ അതിസംബോധന ചെയ്തിരുന്നത്. എന്നാൽ അടുപ്പത്തിലായതോടെ ഇരുവര് മൊബൈൽ ഫോൺ വഴി ദിവസവും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു. ഇതിനുവേണ്ടി 2 പേരും പ്രത്യേക സിം കാർഡുകളും ഉപയോഗിച്ചു. 2 പേരുടെയും ഈ ഒരു രഹസ്യ നമ്പറുകൾ ആർക്കും അറിയുമായിരുന്നില്ല. സോനത്തിന്റെ വിവാഹത്തിന് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാനും ഇതേ നമ്പറുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പരസ്പരം സംസാരിച്ചിരുന്നത്. കൊല്ലപ്പെട്ട രാജ രഘുവംശിയും കുടുംബവും ഇൻഡോറിലെ പ്രമുഖ ബിസിനസ്സുകാരാണ്. ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജ രഘുവംശിയുമായി സോനത്തിന്റെ വിവാഹം ഉറപ്പിച്ചതും ഇരുവരുടെയും വീട്ടുകാർ തന്നെയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 11 ആഡംബരമായിട്ട് തന്നെ ഈ ഒരു വിവാഹം കഴിഞ്ഞു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയ്ക്ക് തന്നെ താല്പര്യമില്ല എന്ന് രാജ രഘുവംശി അമ്മയോട് പരാതിപ്പെട്ടിരുന്നു. ഇതോടെ അമ്മ മരുമകളോട് കാര്യവും തിരക്കി. എന്നാൽ ഓഫീസിലെ ജോലി തിരക്ക് കാരണമാണ് ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്തത് എന്നായിരുന്നു ഈ ഒരു സോനത്തിന്റെ മറുപടി. പിന്നാലെ ഭർത്താവുമായി സോനം കൂടുതൽ സംസാരിക്കാനും തുടങ്ങി. ഇതിനുശേഷമാണ് സോനം തന്നെ മേഘാലയയിലേക്കുള്ള ഹണിമൂണും പ്ലാൻ ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതികളും ഈ ഒരു സോനവും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നു. മെയ് 16 മാത്രം സോനവും കാമുകനും 6 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് കണ്ടെത്തൽ. രാത്രി 9 മണി മുതൽ പുലർച്ചെ 3 മണി വരെയാണ് ഇരുവരും തുടർച്ചയായിട്ട് സംസാരിച്ചത്. ഈ സംഭാഷണത്തിലാണ് കൊലപാതകത്തിന്റെ മിക്ക കാര്യങ്ങളും ആസൂത്രണം ചെയ്തത്. മെയ് 17 രാജ് തന്റെ പഴയകാല സുഹൃത്തുക്കളും വാടക കൊലയാളികളുമായ ആകാശ് രാജ്പുത്, വിശാൽ സിംഗ്, ആനന്ദ് കുർമി എന്നിവരെ നേരിട്ട് കണ്ടു. ആദ്യം 4 ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ ഒരു കൊട്ടേഷൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സോനം 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഈ ഒരു കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. മേഘാലയയിലെ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെയാണ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയും ഭാര്യ സോനത്തെ മെയ് 23 മുതൽ കാണാതായത്. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനിടയിലാണ് ഈ ഒരു ഈസ്റ്റ് ഖാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അതായത് ജൂൺ 2 എന്നാൽ ഭാര്യ സോനം രഘുവംശിയും അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല.
ഈ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ ഒരു രാജ രഘുവംശിയുടേത് ഒരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും അന്വേഷണത്തിൽ നിർണായകമായി. ഇതിനിടെ 3 പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായിരുന്നു. സംഭവത്തിൽ തുടക്കം മുതലേ പോലീസിന് സോനം രഘുവംശി സംശയമുണ്ടായിരുന്നു. ഈ ഒരു അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് 120 അംഗം പോലീസ് സംഘമാണ് പ്രവർത്തിച്ചതെന്ന് മേഘാലയ പോലീസ് നിയോഗിച്ചത്. ഓപ്പറേഷൻ ഹണിമൂൺ എന്ന് പേരിട്ട ദൗത്യത്തിന് 20 അംഗ ഓഫീസർമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. സോനം രഘുവംശി എന്ന 24-കാരിയാണ് ഈ ഒരു ഭർത്താവ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയെ ഇത്തരം വാടക കൊലയാളികളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയതും. ഈ ഒരു യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ ഈ ഒരു സുഹൃത്തിനെ ഷെയർ ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. സുഹൃത്തെ ഏർപ്പാടാക്കിയ കൊലയാളികൾ, അതായത് ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയതും ഇതിലൂടെയാണ്. അതിനുശേഷമാണ് ഈ ഒരു കൊല നടത്തിയത്. സുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഈ ഒരു പോലീസ് അറിയിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് 16 ദിവസത്തിന് ശേഷം യുപിയിലെ ഘാസിപൂരിൽ നിന്നാണ് ഈ ഒരു സോനം പോലീസിന് കീഴടങ്ങിയത്. സോനം കീഴടങ്ങും മുൻപ് തന്നെ പ്രതി ഭാര്യയാണ് എന്നതിനെ കുറിച്ചുള്ള സൂചനകളും ഈ ഒരു പോലീസിന് ലഭിച്ചിരുന്നു. രാജ്, ആകാശ് രജപുത്ത്, വിശാൽ സിംഗ് ചൗഹാൻ എന്നിവരാണ് ഈ ഒരു സോനത്തെ കൊലപാതകത്തിന് സഹായിച്ചത്. കൊലപാതകത്തിന് മുൻപ് മൂവർക്കൊപ്പം സോനത്തെ കണ്ടിരുന്നെന്നും ഈ ഒരു പോലീസ് അറിയിച്ചു. മെയ് 11-നായിരുന്നു ഇരുവരുടെയും വിവാഹം. 20-നാണ് മധുവിധിനായി മേഘാലയയിലേക്കും എത്തിയത്. വാടക കൊലയാളികൾ 21-ന് ഗുവാഹട്ടിയിലും എത്തി. അവിടെ നിന്ന് ആയുധം വാങ്ങി 23-നാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. മധുവിധ ചിത്രങ്ങളൊന്നും ഇരുവരും സാമൂഹിക മാധ്യമങ്ങളിലൊന്നും പങ്കുവച്ചത് കാണാഞ്ഞതോടെയാണ് ഈ ഒരു പോലീസിന് സംശയം തോന്നിയത്. മോഷ്ടാക്കൾ ആക്രമിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നാണ് സോനം ആദ്യം പോലീസിനെ അറിയിച്ചിരുന്നത്.